ഫ്രണ്ട് പേജ് സ്കെച്ച് ചെയ്യണം നമ്മൾ എന്താ ചെയ്തേ ഇത് സ്കെച്ച് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്തേ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്കെച്ച് ഓപ്ഷനിലെ കൊടുക്കുക ഇതുപോലെ പ്ലെയിൻ 1 ൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക സ്കെച്ച് ഓപ്ഷൻ കൊടുക്കുക മോളിൽ സ്കെച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അത് ഇത് നമുക്ക് കിട്ടിയല്ലോ ഇപ്പോൾ നേരത്തെ കിട്ടാത്ത സാധനം ഇപ്പോൾ കിട്ടിയില്ലേ നോർമലായിട്ട് കിട്ടിയില്ലേ ഇനി എന്ത് ചെയ്യുക സർക്കിൾ എടുക്കുക കറക്റ്റ് മിഡിൽ ഇടുക ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക കറക്റ്റ് മിഡ് പോയിന്റ് കാണിച്ചു തരും ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ മിഡ് പോയിന്റ് കിട്ടും മിഡ് പോയിന്റിൽ എന്ത് ചെയ്യാം സർക്കിൾ അതാണ് ഇത് ലൈൻ 1 ലാണ് സ്കെച്ച് ചെയ്യുന്നത് മാറി പോകുന്നത് പിന്നെ ഈ കർവിലും മാറി പോകുന്നത് സ്കെച്ച് ഡ്രാഗ് ചെയ്തത് ഇത്രയുള്ളൂ കേട്ടോ സർക്കിൾ എടുത്തു ഞാൻ ചുമ്മാ ഇതിന്റെ എൻഡ് പോയിന്റ് പോയി ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിങ്ങനെ പോയി കിട്ടുകയും ചെയ്തിട്ടില്ല അതുപോലെ ഈ എൻഡ് പോയി ചുമ്മാ ഡ്രാഗ് ചെയ്ത് പിന്നെ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാണിച്ചു അതാണ് നമ്മുടെ സെന്റർ അത് ക്ലിക്ക് ചെയ്യുക സർക്കിൾ വരയ്ക്കുക എത്രയാണ് അതിന്റെ ഡയമെൻഷൻ 5 so dimension 6 mm ആക്കി മാറ്റാം 4 1 അപ്പോൾ 0 800 ചിലപ്പോൾ പുറത്തെല്ലായിട്ടുണ്ടാവും നല്ല സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉള്ളിലേക്ക് തന്നെ കിട്ടും പിന്നെ നമ്മൾ നോട്ട്സ് ഇട്ടായി കഴിഞ്ഞു ഇനി ലൈൻസ് അത് എടുക്കുന്നതിലാണ് എലമെൻറ്റിൽ എലമെൻറ്റ് ആട്രിബ്യൂട്ടിൽ ത്രൂ നോട്ട്സ് ഒന്നുകൂടി പറയാം എലമെൻറ്റിൽ ഇതിൽ ഓട്ടോ നമ്പറിൽ ത്രൂ നോട്ട്സ് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ളിലേക്ക് വരും അപ്ലൈ കൊടുക്കുക പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കുക അപ്ലൈ കൊടുക്കുക ഇവിടത്തേക്ക് കൊടുക്കുക ലൈനൊന്നുമില്ലല്ലോ അപ്പോൾ ഓക്കെ കൊടുക്കുക ത്രൂ നോട്ട്സ് വരച്ച് കയറും ബീം ഇതിൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ സപ്പോർട്ട് മോളൊക്കെ കൊടുക്കണം ഇവിടെ മെഷിങ് ചെയ്യുന്നില്ല അതൊക്കെ ഓർക്കുക കാരണം ഇതിനുള്ള പോയിന്റ് നോട്ട്സ് പോയിന്റിലാണ് വരുന്നത് അതുകൊണ്ടാണ് മറ്റേതെല്ലാം മെഷീൻ 4 സ്റ്റൈപ്പ് സ്റ്റാറ്റിക് എന്നായിരിക്കും സ്റ്റാറ്റിക് അനാലിസിസ് ചെയ്യുന്നുള്ളൂ ഡിഫൈൻ ലോഡ്സിൽ അപ്ലൈ ലോഡ്സിൽ ഏത് കൊടുക്കണം സ്ട്രക്ചർ കൊടുക്കണം സ്ട്രക്ചറിൽ തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുക അതിനുശേഷം ഫോഴ്സ് കൊടുക്കുക ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുക ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ കൊടുക്കണം ഓൺ നോട്ട്സ് കൊടുക്കണം സെലക്ട് ചെയ്യുന്നു അപ്ലൈ ഇവിടെ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ DOF എല്ലാ ഡിഗ്രി ഓഫ് ഫ്രീഡവും നമ്മൾ ലോക്ക് ചെയ്തു കണക്ഷൻ വരുന്നില്ല പക്ഷെ നമുക്ക് ഈ ഭാഗത്ത് കർവ് കൂടെ അല്ലേ കട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ട ഡബിൾ കട്ടിംഗ് ആണ് ഇത്രയേ ഉള്ളൂ അപ്ലൈ കൊടുത്തതുള്ളൂ ഇവിടുത്തെ കേസ് ഒന്നാമത്തെ എക്സ് ആക്സിൽ മൂവ്മെന്റ് ഉണ്ട് അപ്പോൾ DOF കൊടുക്കാൻ പറ്റൂല ഓപ്പൺ ആക്കണം എക്സ് ആക്സ് വൈയും സെറ്റും ലോക്ക് ആക്കണം റെവല്യൂഷൻ റൊട്ടേഷൻ എല്ലാം ലോക്ക് ആക്കണം മാത്രം തുറന്നിടുക DOF തുറന്നിടുക ബാക്കിയുള്ള റൊട്ടേഷനും ഡയറക്ഷൻ്റെ എല്ലാം ക്ലോസ് ചെയ്യും ഓക്കെ വന്നിട്ടുണ്ട് പിന്നീട് ആണെങ്കിൽ ഇതെല്ലാം ഓപ്പൺ ആക്കി ഇടുക ഓൾ DOF കൊടുത്താൽ തന്നെ ഇതെല്ലാം ലോക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ലോഡ് കൊടുക്കാം
ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഫോഴ്സ് മൊമെൻ്റാണ്. ഫോഴ്സ് മൊമെൻ്റ് എവിടെ? ഓൺ നോഡ്സ്. ഏത് നോഡാണ്? ഈ നോഡ് എടുക്കുക. ഈ നോഡിൽ അപ്ലൈ ലോഡിൻ്റെ ഡയറക്ഷൻ വൈ ഡയറക്ഷനിലാണ്. ഇത് മാറ്റിയ വൈ കൊടുക്കുക. ആ വാല്യൂ 15 കിലോ ന്യൂട്ടനാണ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നോക്കണം. മുകളിലേക്ക് പോസിറ്റീവ്, വലത്തോട്ടേക്കും പോസിറ്റീവ്, ഇത് താഴോട്ടേക്കുള്ള ലോഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിൽ നെഗറ്റീവ് സൈൻ ഇടുക. ആണ് താഴെ വരുള്ളൂ. ഇല്ലെങ്കിൽ ആ നെഗറ്റീവ് വീട്ടിൽ എങ്ങനെ പോകും? മുകളിലോട്ടേക്ക് പോകും. ഇതിനകത്ത് ഈ പോയിന്റിൽ ഒരു 10 രൂപ ഉണ്ട്. എങ്ങോട്ടേക്ക് അത് ഡയറക്ഷൻ? എക്സ് ആക്സിസ്. വാല്യൂ 10 കിലോ നോട്ട് 10 കൊടുത്തു. അപ്പം നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് അടുത്ത് ചെക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആണോ? എക്സ് ഡയറക്ഷനിൽ പോസിറ്റീവായിട്ട് 10 കിലോ ന്യൂട്ടൺ കൊടുത്തു. വരച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അകത്തുള്ള ഏരിയ വാല്യൂ കൊടുത്തു. യങ്സ് മോഡൽസ് എല്ലാ പോയിസൺ സൊല്യൂഷൻ എല്ലാം കൊടുത്തു നമ്മൾ. പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? ലോഡ്സ് മാറ്റി സൊല്യൂഷനിൽ ഏതാണ്? സൊല്യൂഷനിൽ പിന്നെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. കറണ്ടല്ലോ സൊല്യൂഷൻ ഇസ് ഡൺ. പിന്നെ ആ റിസൾട്ട് കാണണം അല്ലേ? ഡിഫോംഡ് ഷേപ്പൊക്കെ കാണാനാണ് ഇതിൽ പറയുക ക്വസ്റ്റ്യൻ. ആ ഡിഫോംഡ് ഷേപ്പ് കാണാനാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ജനറൽ പോസ്റ്റ് പ്രോസസ്സറിലേക്ക് പോയിട്ട് അതിൽ പ്ലോട്ട് റിസൾട്ടിൽ ഡിഫോംഡ് ഷേപ്പും അൺഡിഫോംഡ് ഷേപ്പും ഒരുമിച്ച് വരും. ഇതിൽ ഡിഫോംഡ് ഷേപ്പും അൺഡിഫോംഡ് ആയിട്ടുള്ള എഡ്ജുമാണ് വരിക. ഏതെടുത്താലും ഓക്കെ ആണ്. അതിൽ ഏത് കൊടുക്കാം കേട്ടോ. ആ ഷേപ്പ് കിട്ടി. ലോഡ് കാരണം ഇത് ഇതാണ് അൺഡിഫോംഡ് ഷേപ്പ്. വൈറ്റ് ബ്ലൂവിൽ ലോഡ് കാണാൻ സ്ട്രക്ചറിന് വരുന്ന മാറ്റാണ്. അതെ, അതാണ് നീലയിലാണെന്ന് ഡിഫോംഡ് ഷേപ്പ്. അവിടെ കാണിച്ചത് അൺഡിഫോംഡ് ഷേപ്പ് പ്ലസ് ഡിഫോംഡ് ഷേപ്പ്, അതാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വെള്ളം കാണുന്നത് അൺഡിഫോംഡ്, ഡിഫോംഡ് ആണ് നീല, രണ്ടും കാണിക്കും. ഇനിയിപ്പോൾ മറ്റൊരു ഓപ്ഷൻ മൂന്നാമത്തിലേതാ? അൺഡിഫോംഡ് എഡ്ജാണ്, ഡിഫോംഡ് എഡ്ജാണ്. അപ്പോൾ ഈ എഡ്ജാണ് ഡിഫോം ചെയ്യുന്നത്. അത് കാണിക്കും. സെയിം തന്നെയാണ് ഇത് വരുന്നത്. ഇതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന റിസൾട്ട്. പിന്നെ വരുന്ന ഏതായിരുന്നു? നിങ്ങൾക്ക് അടുത്ത കാണ്ടതിൻ്റെ നോഡൽ സൊല്യൂഷൻസ് കാണണമല്ലോ. അത് വരുന്നത് ലിസ്റ്റ് റിസൾട്ടിൽ നോഡൽ സൊല്യൂഷനിൽ നോഡൽ സൊല്യൂഷൻ എടുക്കുക, DOH സൊല്യൂഷൻ എടുക്കുക, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ സമ്മ്. ആകെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നോഡ് 3 കാണിക്കുന്നത്. ആ പോയിന്റിൽ മാത്രമേ ഡിഫ്ലക്ഷൻ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും കാണാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും നോഡിലൊക്കെ ഒക്കെ ഇല്ല. ആ നോഡിൽ മാത്രം മാറ്റം വരുന്നു. XY ആക്സിൽ എത്ര ഡിഫ്ലക്ഷൻ വന്നു എന്നതിനകത്ത്. പിന്നെ എലമെന്റ് സൊല്യൂഷനിൽ അതിൽ തന്നെ എലമെന്റ് സൊല്യൂഷൻ കഴിഞ്ഞാൽ ഓരോ എലമെന്റിന്റെയും 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് XY ആക്സിൽ വരുന്ന ഡിഫ്ലക്ഷൻ. ഇത്രയാണ് ഇതിൽ നിങ്ങൾ ചെയ്തു വരുന്നത്. വേറെ പറഞ്ഞ